ഫോൺ വിളിച്ച് കളിക്കുവാനാടാ പട്ടി. എവിടാടാ പുല്ലിയ നീ? പൊന്നളിയ ചൂടാകല്ലേ, ഓൺ ദ വേ ആണ്. ഞാൻ ഇപ്പൊ എത്തും. നേരെ എത്രയേടാ? വീട്ടിൽ കയറണമെന്നൊന്നും ഇല്ലേ? അങ്കിളും ആന്റിയും എന്റെ തല എടുത്തോണ്ടിരിക്കുവോ നിന്നെ കാണാഞ്ഞിട്ട്. നീ ആര്? എന്റെ ഭാര്യ എന്നെ കറക്റ്റ് ആയിട്ട് വീട്ടിൽ കയറ്റാനായിട്ട്. ഞാൻ ഓഫീസിൽ നിന്ന് എപ്പോഴും വൈകിയാണ് വരുന്നതെന്ന് അവർക്കും അറിയാം. ഫോൺ വെക്കടാ. അങ്ങനെ വല്ല ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ ഇന്ന് നീ ഗർഭിണിയായിട്ട് പ്രഖ്യാപിച്ചു വരുത്തിയുണ്ടല്ലോ, അവളെ ചെന്ന് വിളിച്ചാ മതി. വേഗം വരാൻ നോക്കടാ. ഡ്രൈവ് ചെയ്തുകൊണ്ട് വരുന്ന വഴിയാണ് വിയ കാഴ്ച കാണുന്നത്. റോഡിന് കുറുകെ കുറച്ച് ആളുകൾ നിൽക്കുന്നത്. അവന് കാര്യം പെട്ടെന്ന് തന്നെ മനസ്സിലായി. പണി വരുന്നുണ്ടവറാച്ച. എന്താടാ, കൊട്ടേഷനാണോ? ആ ഡേവിഡ് തെണ്ടിയായിരിക്കും. നീ വേഗം ലൊക്കേഷൻ സെൻഡ് ചെയ്തേ. ആ നിക്കടാ, അവന്റെ വായി കൊണ്ടുവന്ന് നിർത്തി കൊടുക്കട്ടെ. ഞാൻ നീ കളിക്കാണ്ട് ലൊക്കേഷൻ സെൻഡ് ചെയ്യടാ പുല്ലേ. നീ പയ്യെ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ച് ഉറക്ക ക്ഷീണം മാറ്റിയിട്ട് എത്തിയാ മതി. അപ്പോഴേക്ക് ഞാൻ ഇവന്മാരുടെ തോലൊന്ന് ഉരിച്ചെടുക്കട്ടെ. ഓക്കെ അളിയ. ആ ബഹളം വെക്കാതെ സാറേ. സാറിനെ കാത്തല്ലേ ഞങ്ങൾ ഇത്രയും നേരമായിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നേ. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വാ. ഓ സമ്മതിക്കൂല പുല്ല്. അപ്പൊ എങ്ങനാ സാറേ, പോവല്ലേ? പോയിട്ട് ഇച്ചിരി തിരക്കുണ്ടേ. സമയം അർദ്ധരാത്രിയായി. ഓ അപ്പൊ കൊല്ലാൻ വന്നതല്ല. ശരി, എന്നാ സമയം കളണ്ട, നമുക്കങ്ങ് പോയാലോ. സാർ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. സാറിനൊന്ന് പെരുമാറിയിട്ട് കൊണ്ടുചെല്ലാനാ പറഞ്ഞത്. അപ്പൊ എങ്ങനെ, തുടങ്ങിയാലോ? ഓ മിസ്റ്റർ മന്മഥക്കുഞ്ചി, നിനക്കുള്ള പണി ഞാൻ നേരിട്ട് വന്ന് തന്നെ തരാം. ഹലോ, എന്താ ഞാൻ വരണോ? വേണ്ട, തൽക്കാലം നീ റെസ്റ്റ് എടുത്തോ. ഞാൻ എൻ്റെ അമ്മായിപ്പൻ്റെ അടുത്ത് പോയി അങ്ങേരെ ഒന്ന് കണ്ടിട്ട് വരാം. ഓ അപ്പൊ മറ്റവന്മാരുടെ തോലുരിച്ചല്ലേ? ആ ചെറുതായിട്ട്. നീ ഫോൺ വെച്ചോ, ഞാൻ എൻ്റെ അമ്മായിപ്പൻ്റെ അടുത്ത് എത്തി. ഓക്കെ ഓക്കെ. അപ്പച്ച, അപ്പച്ചൻ എന്തെന്ന് ആർത്തരാണ് അപ്പച്ചയെ കാണിച്ചത്? മരുമകനെ ഗുണ്ടകളെ വിട്ട് തല്ലിക്കാൻ നോക്കുമായിരുന്നോ? നീ ഈ മസിൽ പിടുത്തം നിർത്തപ്പച്ച. എതിരെ നിൽക്കുന്ന ആരാണെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ അപ്പച്ച ആ റിപ്പർ ബ്രിട്ടോയ്ക്ക് കൊട്ടേഷൻ കൊടുത്തു വിടാൻ? അപ്പച്ചൻ പേടിക്കണ്ട, അവന്മാരെ സിറ്റി ഹോസ്പിറ്റലിലോട്ട് അയച്ചിട്ടുണ്ട് ഞാൻ. കാണണമെന്നുണ്ടെ അവിടെ ചെന്ന് കണ്ടാ മതി. ഫോൺ കോളൊന്നും ചെയ്യാൻ നിക്കല്ലേ. അതൊക്കെ അപ്പച്ചന്റെ പേരിലും കേസ് വരാൻ കാരണമാകും. വെറുതെ മരുമോൻ പിടിച്ച് അകത്തിട്ടെന്ന് നാളെ ഒരു വാർത്ത വന്ന നാണക്കേട് എനിക്കല്ലേ അപ്പച്ച. നിന്നെ ജീവനോടെ വേണോന്ന് പറഞ്ഞതാടാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ആ ഗോഡൌണിലേക്ക് നിന്നെ ശവായിട്ട് എത്തിക്കാൻ പറഞ്ഞാ മതിയായിരുന്നു. തേ കിടക്കുന്നു പിന്നെയും. ഈ അപ്പച്ചനെ എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. ആ കുരുട്ടു ബുദ്ധി ഒന്ന് വർക്ക് ചെയ്യിക്കപ്പച്ച. എന്നെ ജീവനോട് വേണോന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അവന്മാരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോ എന്നെ ശവായിട്ട് വേണോന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ അവന്മാര് മോർച്ചറി കിടന്നേനെ. പിന്നെ
മെയിൻ കാഷ്വാലിറ്റിയിൽ അപ്പച്ചനും. എന്താടാ ഭീഷണിയാണോ? ബ്രിട്ടോയുടെ മാത്രമല്ല, ഈ സിറ്റിയിലുള്ള സകല കൊട്ടേഷൻകാരുടെയും നമ്പർ എന്റെ കയ്യിലുണ്ട്. നീ സൂക്ഷിച്ചോ, ഇന്നല്ലേ നാളെ നിന്റെ തല റോട്ടിൽ കിടന്നുരുളുന്നത് ഞാൻ തന്നെ കാണും. അപ്പച്ചാ, അപ്പച്ചൻ പറഞ്ഞാലും പറഞ്ഞാലും പഠിക്കത്തില്ലല്ലോ. ശ്ശേ, എന്റെ കൊച്ചിന്റെ മാമോദീസയ്ക്ക് അവിടെ അപ്പാപ്പൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന അത്ര വലിയ തെറ്റാണോ? ഇങ്ങനെ പോവാണെ അപ്പാപ്പന്റെ ഫോട്ടോയിൽ തൊട്ടുകൊഴേണ്ട അവസ്ഥ വരുത്തുമല്ലോ എന്റെ കുഞ്ഞിന്. അങ്ങനെ ഒരു സന്തതി ആൽബിയുടെ വയറ്റിൽ വളരുന്നുണ്ടെങ്കിൽ അത് പുറം ലോകം കാണിക്കില്ലടാ ഞാൻ. ഛേ, ഈ അപ്പച്ചൻ പിന്നെ അങ്ങനെ വല്ലതും സംഭവിച്ച ഈ അപ്പച്ചനെ ഈ മരുമോനെ എന്നേ പരലോകത്തേക്ക് അയക്കും. അതൊക്കെ അറിഞ്ഞും കൊണ്ടും നിൽക്കുക അപ്പച്ച. പിന്നെ എന്റെ ജാൻ എവിടെ? വന്നിട്ട് ഇത്രയും നേരമായിട്ടൊന്നും കണ്ടില്ല. ഓ, സമയം എത്രയായല്ലോ, വെളുക്കാറായി. അപ്പോ ജാൻ നല്ല ഉറക്കമായിരിക്കും. ശൈല്യം ചേട്ടാ, ഞാൻ വന്നിരുന്നെന്ന് അപ്പച്ച സൗകര്യം പോലെ പറഞ്ഞാ മതി. മരുമൻ പോയിട്ട് വരട്ടെ അപ്പച്ച. ലിവിംഗ് റൂമിലെ ശബ്ദം കേട്ടുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്നും ആപ്പിളും എടുത്ത് അത് കഴിച്ചുകൊണ്ട് ലിവിംഗ് റൂമിലേക്ക് വരുന്ന അൽവിയാന കാണുന്നത് വിയെ ആയിരുന്നു. ഹേയ് ജാസ്, മേരി ജാൻ, ഉറങ്ങിയില്ലായിരുന്നോ? കർത്താവേ, എന്റെ ഇല്ലാത്ത കൊച്ചിന്റെ അപ്പൻ നേരെന്ത് ഇവിടെ, അത് ഈ നട്ടപ്പാതിരേക്ക്. കർത്താവേ, ഇനി രണ്ടാം തന്തിയോട് ഇയാള് എന്റെ വയറ്റിൽ വളർന്ന ട്വിൻസ് ആണെന്ന് അങ്ങനെ പറയാൻ വന്നതാണോ? എന്ത് പറയാനാണ് വന്നത് ഇവിടെ? ആഹാ, നോക്കപ്പച്ച, എന്റെ കൊച്ചിന്റെ അമ്മയ്ക്ക് എന്തൊരു അനുസരണയാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇന്ന് ആപ്പിളൊക്കെ കഴിച്ച് നല്ല സുന്ദരിയായിട്ടിരിക്കണമെന്ന്. ദേ കണ്ടില്ലേ, നട്ടപ്പാത്രയ്ക്ക് വരെ അവൾ ആപ്പിള് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മേരി ജാൻ. അതും പറഞ്ഞുകൊണ്ട് വി മെല്ലെ അവളുടെ അരികിലേക്ക് ചെല്ലുന്നു. മേരി ജാൻ, ഭക്ഷണ കാര്യം ശ്രദ്ധിക്കണമെന്ന് കരുതി ഉറക്കൊന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ രാവിലെ ആണെങ്കിലും ആപ്പിള് കഴിച്ചാൽ മതി. ഈ ചയൻ നാളെ വന്ന് കണ്ടോളാം. പോയിട്ട് വരട്ടെ. കർത്താവ് ഇങ്ങോട്ട് ഇതെന്ത് കൽപ്പിച്ചാണോ? അപ്പച്ച, ഈ പ്രായത്തിൽ ഉറക്കം നിൽക്കുന്നത് അപ്പച്ചനും അത്ര നല്ലതല്ല. പോയി കിടന്നുറങ്ങിക്കും. ഇനി അടുത്ത ഗുണ്ടകളോ നാളെ വിട്ടാൽ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓ സോറി, ഗുഡ് മോർണിംഗ്. അതും പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നും മൊബൈലും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന വിയെ ദേഷ്യത്തോടു കൂടി നോക്കി നിൽക്കുകയായിരുന്നു ഡേവിഡ്. Damn it. ഛെ. ഇതേ സമയം പുറകിൽ ചിരിച്ചുകൊണ്ടിരുന്ന ജാസ്മിൻ മുറിയിലേക്ക് പോകുന്നു. എനിക്ക് വയ്യ, ഇങ്ങനെ കൊല്ലുവാണ്. ഹലോ ഹലോ, അൽവിയാനയല്ലേ? ഞാൻ DCP അൽവിൻ ആണ്. തന്നെ എനിക്കൊന്ന് കാണണമായിരുന്നല്ലോ. കാണാം. എവിടെയാ വരണ്ടേ? ലൊക്കേഷൻ ഞാൻ സെൻഡ് ചെയ്യാം, താൻ ഇറങ്ങിക്കോ. ശരി. അൽവിയാൻ, ഐ എം സോറി, ഐ എം റിയലി സോറി. നിന്റെ സ്റ്റെപ്പ് ഫാദറിന് ഇട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നും പിന്നെ നീ പ്രഗ്നൻ്റ് ആണെന്നും ഒക്കെ പറഞ്ഞ് ഒന്നും സീരിയസ് ആയിട്ട് എടുക്കരുത്. ഇഫ് ഐ ഹേർട്ട് യു, ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. നോ എനിക്ക് മനസ്സിലാക്കും. ഇറ്റ്സ് ഓക്കെ സാർ.
എന്താ സാറിൻ്റെ പ്ലാൻ? ഐ മീൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഈ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ അത് ഒരുപാട് നാളിങ്ങനെ മൂടി വെക്കാൻ പറ്റില്ലല്ലോ. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. പ്രത്യേകിച്ചൊന്നുമില്ല, തന്നെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് കരുതി. നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് നേരെ വല്ല അറ്റാക്കും ഉണ്ടായാലോ എന്ന് പ്രതീക്ഷിച്ചാ നീ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞത്. ഇനി നിന്റെ സ്റ്റെപ്പ് ഫാദർ തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ പല മരുന്നും തന്നെ കൊണ്ട് കുടിപ്പിക്കും. സൂക്ഷിച്ചോണം. അതെന്തിനാ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് സാർ പറഞ്ഞത്? ഇത്രയും നാളും ഞാൻ ആ വീട്ടിൽ തന്നെയല്ലേ കഴിഞ്ഞേ. എൻ്റെ സ്റ്റെപ്പ് ഫാദർ എന്നെ ഒന്നും ചെയ്യില്ല. കാരണം എന്നെ ജീവനോടെ വേണ്ട ആവശ്യം അങ്ങേർക്കാണ്, എനിക്കല്ല. അതുകൊണ്ട് എന്നെ നോക്കാൻ എനിക്കറിയാം. സാർ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഗർഭിണിയാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ഓഹോ, അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് എന്റെ ഹെൽപ്പിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുവാണോ താൻ? അതുകൊണ്ടല്ല സാർ. സാർ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പോയാൽ നാളെ അത് സാറിന് തന്നെ ബുദ്ധിമുട്ടാവും. പപ്പ സാർ വിചാരിക്കുന്ന കൂട്ടല്ല. അതിനോ അതിന്റെ എഫക്റ്റ് ഞാൻ ഇന്നലെ അറിഞ്ഞു. എന്ത്? നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് തന്ന എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ ആളെ വിട്ടിന്നല്ലേ. ആ ഒരു കലിപ്പിലാണ് ഞാൻ ഇന്നലെ രാത്രി വീട്ടിലേക്ക് വന്നത്. ഓ, ഈ സ്റ്റെപ്പനെ കൊണ്ട് ഞാൻ തോറ്റു. സാറിന് എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? സ്റ്റെപ്പനോ? അതെ, സ്റ്റെപ്പ് ഫാദർ. ഈ സ്റ്റെപ്പനായപ്പൻ, അതാണ് സ്റ്റെപ്പൻ. ഞാൻ കണ്ടുപിടിച്ചതാ. എങ്ങനെയുണ്ട്? ഓ, അപാരം. താങ്ക് യു. അല്ല, സാറിന് എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? ഒന്നും പറഞ്ഞില്ല. എനിക്കൊന്നും പറ്റിയില്ല. എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വന്ന ഒരു ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. എസ് ഐ സോമശേഖരനെ ഇടിച്ച് പൊട്ടക്കണക്കിട്ട പ്രതി ആട് തോമ. എനിക്ക് വയ്യ. ഡോ, താനെന്തേ ചിന്തിച്ചു കൂട്ടുന്നത്? അത് ഒന്നുമില്ല. എനിക്ക് യമ്മുനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് സാറ് ഒന്നും പറഞ്ഞില്ല. അത് പറയാൻ കൂടിയാ തന്നെ ഞാൻ കാണണമെന്ന് പറഞ്ഞത്. നാളെ താൻ എമ്മുനെ ഒന്ന് കാണണം. ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അവളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനും താൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ എൻ്റെ പ്ലാൻ മുന്നോട്ട് പോവുകയുള്ളൂ. നാളെ ഞാൻ തന്നെ വീട്ടിൽ വന്ന് പിക്ക് ചെയ്തോളാം. വേറെ ഒന്നും കൊണ്ടല്ല, തൻ്റെ സ്റ്റെപ്പനൊന്ന് ചൊറിയാൻ തന്നെ. താൻ പൊക്കോ. അപ്പൊ അത്രയുള്ളോ? പ്രേമാണ് പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരുതി മനസ്സിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കുമെന്ന്. ഇതിപ്പോ രണ്ടു പറഞ്ഞ പോലെ അടുത്ത് അവിടെ വെച്ചതുപോലെ ഉണ്ടല്ലോ. ഡ്രാമാറ്റിക് മൂരാച്ചി. എന്താ? അല്ല, ഒന്നുമില്ല. ശരി സാർ, എങ്കിൽ ഞാൻ പോട്ടെ. അതെ, അൽവിയാന ജാസ്മിൻ, പോകുന്നതൊക്കെ സൂക്ഷിച്ചും കൊണ്ടും പോണം. ചിലപ്പോ എനിക്കിട്ട് കിട്ടാനുള്ള പണി നിനക്കിട്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട്. സൂക്ഷിച്ചോളാം. പിന്നെ ഇനി അൽവിയാന ജാസ്മിൻ എന്ന് നീട്ടി വിളിക്കണമെന്നില്ല. മേരി ജാൻ എന്ന് വിളിച്ചാലും ഞാൻ വിളി കേൾക്കും. അതും പറഞ്ഞുകൊണ്ട് പുറംതിരിഞ്ഞവൾ ഒരൊറ്റ ഓട്ടം. ഒരുപാട് അങ്ങ് ചൊറിയാൻ വരല്ലേ, ഫേക്ക് പ്രഗ്നൻസി അങ്ങ് ഒറിജിനൽ ആകും. സാരയില്ല, ഞാൻ സഹിച്ചോളാം. ഇവളെന്നെയും കൊണ്ടേ പോകൂ. നിക്കടി അവിടെ. നീ അവിടെ പോയിരിക്കുവായിരുന്നു ഇത്രയും നേരം. ഞാൻ എവിടെ പോയെന്നോ എന്തിനു പോകുന്നെന്നോ അറിയേണ്ട ആവശ്യം തനിക്കില്ല. സോ ഡോണ്ട് ഇന്റർഫിയർ. ഒരുപാട് സ്മാർട്ട് ആക്കാൻ ശ്രമിക്കരുത്. ചോദിക്കുന്നതിന് മറുപടി പറ. എവിടെ പോയി കിടക്കുവായിരുന്നടി നീ? അവന്റെ കൂടെ കിടക്ക പങ്കിടാൻ പോയതാണോ? തന്നെ പോലുള്ളവർക്ക് ഇത്ര ചീപ്പായിട്ട് ചിന്തിക്കാനും പെരുമാറാനും കഴിയും. വീട്ടെന്നെ
ഓക്കെ, എങ്കിൽ ഞാനൊന്നും ചോദിക്കുന്നില്ല. കം വിത്ത് മീ. എവിടേക്ക്? ഹോസ്പിറ്റലിലേക്ക്. നിന്റെ വയറ്റിൽ ജീവൻ ഉണ്ടെന്നല്ലേ നീയും നിന്റെ മറ്റവനും കൂടി പറയുന്നത്. അതങ്ങ് ഇല്ലാണ്ടാക്കാൻ. നോ, ഞാൻ വരില്ല. എനിക്ക് എനിക്ക് വരാൻ താല്പര്യമില്ല. നിന്റെ താല്പര്യത്തിനല്ല, എന്റെ താല്പര്യത്തിനാ നീ ഇവിടെ ജീവിക്കുന്നത്. വാടി ഇവിടെ. പെട്ടെന്നാണ് രണ്ടുപേർ പുറത്തുനിന്ന് അകത്തേക്ക് കടന്നു വരുന്നത്. അവർ ആ കാഴ്ച കണ്ട് അന്തം വിട്ടതുപോലെ നിന്നു. പപ്പ, എന്താ പപ്പ? എന്താ കാര്യം? പപ്പ ആൽവിയെ വിട്. ഡാ, നീ ഇതിൽ ഇടപെടണ്ട. അത് അവളെ കൈ വേദനിക്കുന്നുണ്ട് പപ്പ, അവളെ വിട്. റയാൻ ഡേവിഡിന്റെ കൈ ആൽവിയിൽ നിന്നും ബലമായി തന്നെ അടർത്തി മാറ്റി. ദേഷ്യം കൊണ്ട് വിറച്ച ഡേവിഡ് അത് പ്രതികരിക്കാനാവാതെ വളരെ സൗമ്യതയോടുകൂടി തന്നെ റയാനോടും റേച്ചലിനോടും പറഞ്ഞു തുടങ്ങി. മക്കളെ, അത് ആൽവി പ്രഗ്നന്റ് ആയി ഇങ്ങനെ വിവാഹം പോലും കഴിക്കാതെ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഒരു അച്ഛന്റെ വിഷമം? നമുക്കിത് എത്രയും പെട്ടെന്ന് ഇല്ലാണ്ടാക്കണം. അതിനൊരു ഡോക്ടറെ കാണാൻ പോകാനാണ് ഞാൻ ആൽവിയെ നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കും പോലെ. പാപ്പ, ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനില്ല. അവക്ക് കുഞ്ഞിനെ വളർത്താൻ ഇഷ്ടമാണെങ്കിൽ അവള് വളർത്തട്ടെ. നമുക്ക് ആ DCP സാറുമായിട്ടുള്ള വിവാഹത്തെ പറ്റി ആലോചിക്കാം. വാട്ട്? നിന്നെയൊക്കെ ഇത്രയും വളർത്തിക്കൊണ്ടുവന്നത് നിന്റെയൊക്കെ തോന്നിവാസത്തിന് വിടാനാണോ? ഇവിടെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. എന്തോ പറയുവാൻ തുനിഞ്ഞ റയാനെ റേച്ചൽ തടഞ്ഞു നിർത്തി ചെവിയിലായി പറഞ്ഞു തുടങ്ങി. എന്റെ പൊന്ന് റയാനെ, നീ ഒന്ന് അടങ്ങിയിരിക്കെ. ഇല്ലാത്ത ഗർഭത്തിനെ നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്തല്ലോട്ടല്ലോ. അവസാനം പപ്പ അറിഞ്ഞു കഴിയുമ്പോൾ നിന്നെ ഉൾപ്പെടെ എടുത്ത് കത്തിക്കും. അതുകൊണ്ട് അവളെയും കൊണ്ട് ആദ്യമേ പപ്പ ഹോസ്പിറ്റലിൽ പോയി സത്യാവസ്ഥയൊക്കെ അറിയട്ടെ. നീ മൈൻഡ് ചെയ്യണ്ട. അത് ശരിയാ. പപ്പ, എങ്കിൽ ഞാൻ കൂടി ഹോസ്പിറ്റലിൽ വരാം. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തായാലും തനിച്ചു പോകണ്ട. ചിലപ്പോ ആൽവി അവിടെ വെച്ചും വഴക്കുണ്ടാക്കിയ. ഞാൻ എങ്ങോട്ടും വരുന്നുമില്ല. ആരും എൻ്റെ കൂടെ വരുവും വേണ്ട. ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാ. അതും പറഞ്ഞ ആൽവിയാന മുകളിലത്തെ മുറി ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. അത് വലിഞ്ഞു മുറുകിയ ദേഷ്യത്തോടു കൂടിയുള്ള മുഖഭാവത്തോടെ ഡേവിഡ് നോക്കിക്കൊണ്ടു തന്നെ നിന്നു. പുറത്തേക്ക് പോകാൻ ഇറങ്ങിയ ആൽവിയാനയെ ഡേവിഡ് തടഞ്ഞു. എവിടേക്കാ ഇത്ര രാവിലെ തന്നെ? എനിക്ക് ഇഷ്ടമുള്ളടത്തേക്ക്. അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളടത്തേക്ക് വിടാനല്ലല്ലോ ഞാനിവിടെ നിൽക്കുന്നത്. കയറി പൊടിയകത്ത്. അതെ, ഒരുപാട് ഭരണം ഇങ്ങ് വേണ്ട കേട്ടല്ലോ. ഒരു പരാതി കൊണ്ടുപോയി ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്താ 18 വയസ്സ് തികയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർ വരുമ്പോൾ അടിച്ച് ഞാൻ വെളിയിലിറക്കും. സോ എൻ്റെ അപ്പനായിട്ട് അങ്ങ് നിന്നാ മതി. ഭർത്താവാകാൻ ചമയണ്ട. ഞാൻ പോയിട്ട് വരട്ടെ. സ്റ്റെപ്പ് തന്തേ. അവന്റെ നിഴലില് നിനക്ക് വല്ലാണ്ട് നട്ടലിന് ധൈര്യം കൂടുന്നുണ്ട്. തീർത്തു തരാൻ ഞാൻ. ഇതേ സമയം മറ്റൊരിടത്ത് അത്യധികം ദേഷ്യത്തോടുകൂടി ആൽവിയുടെ ക്യാബിനിലേക്ക് കടന്നു വന്ന ജെയിംസ് തന്റെ കയ്യിലിരുന്ന ഫയൽ ശക്തിയോടെ ടേബിളിലേക്ക് ഇട്ടുകൊണ്ട് ആൽവിയോട് ചോദിച്ചു തുടങ്ങി. പുല്ലേ, നീ എന്തു തന്നെ നിന്റെ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ അറിയേണ്ട സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇനി തെളിവുകൾ ശേഖരിച്ച് അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ സുഖവാസത്തിന് വിടാനാണോ നിന്റെ ഉദ്ദേശം? അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരിക്കലും നടക്കില്ല. ജെയിംസ് അച്ഛൻ എന്ന് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. എന്റെ അളിയ, നമ്മളൊക്കെ കാക്കിയിട്ട ക്രിമിനൽസാ. അതുകൊണ്ട് ഞാൻ ഈ സത്യക്രിസ്ത്യാനികളെ കൂട്ട് തെറ്റ് ചെയ്തവൻ ജയിലിൽ ശിക്ഷ അനുഭവിക്കപ്പെടും എന്നൊന്നും കരുതുന്നില്ല. അവനങ്ങനെ വിട്ടുകൊടുക്കാനും എനിക്ക് ഉദ്ദേശമില്ല. എന്റെ പ്ലാൻ ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മിക്കവാറും രാവിലെ തന്നെ അയാൾ നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടാകും. ആര്? ആരാച്ചാര്. ആരാ?
ഫ്രണ്ടാണ്. ജാസ്മിൻ ആണോ? അതെ,